എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തും വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനുമായ ഡോക്ടർ പ്രേംരാജ് കെയുടെ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന നോവലിൻ്റെ വളരെ ആദ്യകാല വായനക്കാരിൽ ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇത് വായിച്ചതിന് ശേഷം ഒരു നല്ല പ്രതികരണ വീഡിയോ ചെയ്യണമെന്ന് വളരെ നാളുകളായി ചിന്തിക്കുന്നു. പക്ഷേ വ്യക്തിപരമായ ചില പരിമിതികളാൽ അതിനെനിക്ക് സാധിച്ചില്ല. അതിലാദ്യം തന്നെ ഖേദം പ്രകടിപ്പിക്കട്ടെ. അപ്പോൾ പ്രേംരാജിൻ്റെ, നമ്മളുടെ ഏവരുടെയും സുഹൃത്തും വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനുമായ പ്രേംരാജിൻ്റെ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന നോവലിലൂടെ ഞാൻ വായിച്ചപ്പോൾ ആ നോവലിൻ്റെ സഞ്ചാരപാതയിലൂടെ എൻ്റെ അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. ഈ നോവൽ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യമായി തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അധ്യായങ്ങളെ തരംതിരിച്ച രീതിയാണ്. ഈ 1 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ തരംതിരിച്ചിരിക്കുന്നത് സർഗ, സ്ഥിതി, ലയ എന്ന 3 ഭാഗങ്ങളായാണ്. ആദ്യം അത് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ നമ്മളുടെ പ്രപഞ്ച ഉൽപ്പത്തി യുടെ അവസ്ഥകൾ, 3 അവസ്ഥകളെക്കുറിച്ചാണ് സർഗ, സ്ഥിതി, ലയ. പ്രപഞ്ച ഉൽപ്പത്തി അല്ലെങ്കിൽ സർഗ, സ്ഥിതി അതിൻ്റെ നിലനിൽപ്പ്, ലയ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞു ചേരുക. ഈ ഒരു 3 അവസ്ഥാന്തരങ്ങളിലൂടെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തായത്തത്തിൻ്റെ അയനമാണ് എന്ന് തന്നെ പറയാം. ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിച്ചു തന്നെ അത് മനസ്സിലാക്കണം. വളരെ ജിജ്ഞാസാഭരിതമായ പല മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കേന്ദ്ര കഥാപാത്രമായ ഒരു തായത്തത്തിൻ്റെ അയനം ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആ തായത്തത്തിൻ്റെ കൂടെ അതിലൂടെയുള്ള കഥാപാത്രങ്ങളും ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് തന്നെയാണ് പ്രേം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോവൽ സാർത്ഥകമാക്കുവാൻ വേണ്ടി പ്രേം എത്രത്തോളം ഗവേഷണമാണ് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും നമ്മളുടെ ഓരോ സംസ്കാരത്തെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും എല്ലാം നടത്തിയത് എന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മളുടെ മായൻ സംസ്കാരത്തെക്കുറിച്ച് ഇതിൽ വളരെ പ്രതിപാദിക്കുന്നുണ്ട്. മായൻ സംസ്കാരം കശ്യപ മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് മായൻ സംസ്കാരവും കശ്യപ മുനിയും മെക്സിക്കോയും തമ്മിൽ കണക്റ്റഡ് ആവുന്നത് എന്ന് വളരെ ഒരു കുട്ടിയുടെ കൗതുകത്തോടു കൂടി തന്നെയാണ് ഞാനത് വായിച്ചു തീർത്തത്. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായി തന്നെയാണ് പ്രേം ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ സരളമായി തോന്നും എങ്കിലും തന്നെയും നമ്മളിൽ ചുറ്റിനുമുള്ള ഒരു വായനക്കാരൻ എന്ന രീതിയിൽ നമ്മളുടെ ചുറ്റിനും കാണുന്ന കുറേ കഥാപാത്രങ്ങളെ തന്നെയാണ് പ്രേം ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലൂടെ തന്നെ ഒരു വായനക്കാരന് അല്ലെങ്കിൽ ഒരു വായനക്കാരിക്ക് അതിലൂടെ സഞ്ചരിച്ച് ആ ചുറ്റുമുള്ള കഥാപാത്രങ്ങളിൽ ഒരാളായി തന്നെ ഈ ഒരു നോവലിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുമെന്നത് വളരെ ബുദ്ധിപരമായി തന്നെയാണ് പ്രേം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കാര്യം എടുത്തു പറയുവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള കഥാപാത്രങ്ങളുടെ ബന്ധങ്ങളുടെ ദൃഢതയാണ്. മനുഷ്യൻ എന്നത് പരസ്പര പൂരകങ്ങളായി അനുവർത്തിച്ചെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് വേഗം എത്തുവാൻ സാധിക്കൂ എന്ന അടിസ്ഥാനപരമായ തത്വം തീർച്ചയായും പ്രേം ഇതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കഥാപാത്രങ്ങളിൽ പ്രേം കൊണ്ടുവന്ന ഇൻക്ലൂസിവിറ്റി തന്നെയാണ്. നിങ്ങൾ ഈ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാകും ഇതിൽ ഭിന്നലിംഗക്കാരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതും അവരെ സമൂഹം എത്രത്തോളം അല്ലെങ്കിൽ ഈ മറ്റു കഥാപാത്രങ്ങൾ എത്രത്തോളം ചേർത്തു നിർത്തുന്നുണ്ട് എന്നതും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പോരാട്ടത്തിൽ, ഈ ഒരു നോവലിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സഞ്ചാരപഥത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആ ഒരു പോരാട്ടത്തിൽ ഇവർ വഹിക്കുന്ന പങ്ക് എന്താണെന്നുള്ളതും അവരെ എത്രത്തോളം മറ്റു കഥാപാത്രങ്ങൾ ചേർത്തു നിർത്തുന്നു എന്നുള്ളതും നമ്മളുടെ സമൂഹം അവരെ എങ്ങനെ കാണണം എന്നുള്ള ഒരു മെസ്സേജാണ് പ്രേം ഇതിലൂടെ നമ്മൾക്ക് തന്നിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും, അനുരോധ ഊർജവും നിഷേധാത്മക ഊർജവും തമ്മിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്റ് അല്ലെങ്കിൽ തുടർച്ചയായ ഒരു പോരാട്ടം തന്നെയാണ് ഇതിൽ ഉടനീളം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ചുറ്റിനും കാണുന്ന കഥാപാത്രങ്ങൾ, നമ്മളുടെ ഒരു മഹിഷക്കാട്ട്
ഹരിനാരായണൻ നമ്പൂതിരി അല്ലെങ്കിൽ ആ ഒരു ഇല്ലവും അതിനോട് ചേർന്നുള്ള കുറേ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രേം ഇതിനകത്ത് എത്രത്തോളം ഇൻക്ലൂസിവിറ്റി കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഈ നോവൽ വായിക്കണം, ഈ പുസ്തകം വാങ്ങണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പുതിയൊരു അനുഭവം തന്നെയായിരിക്കും പ്രേമിൻ്റെ ഈ ഒരു പുതിയ നോവലായ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന നോവൽ. അപ്പോൾ എല്ലാ വായനക്കാർക്കും ഇതൊരു പുതിയ അനുഭവമാവട്ടെ. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല എഴുത്തും പ്രേമിൻ്റെ തൂലികയിൽ നിന്നും ഇനിയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.